ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രജിസ്റ്റർ ഓഫീസിൽ വന്നു നിൽക്കുന്ന അവന്തികയാണ്. അല്ല, അവന്തിക എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ചുമ്മാ വന്നതാണെന്ന് അവന്തിക പറയുന്നു. എന്താ അവന്തിക, ഇനി വല്ല രഹസ്യ വിവാഹവും കഴിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് സന്ധ്യ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവന്തിക. അതിനുശേഷം അവന്തിക പുറത്തിറങ്ങിയിട്ട് തൻ്റെ ആളുകളെ വിളിച്ച് ചീത്ത പറയുകയാണ്. നീയൊക്കെയല്ലേ പറഞ്ഞത് ഇവിടെ എന്തോ ഉണ്ടെന്ന്, എന്നിട്ട് ഇവിടെ ഒന്നുമില്ല, ചുമ്മാ മനുഷ്യന്റെ സമയം അത്രയും കളഞ്ഞെന്ന് പറഞ്ഞ് അവന്തിക ദേഷ്യത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. അവന്തിക പോയ ഉടൻ തന്നെ സന്ധ്യയുടെ അടുത്തേക്ക് സന്ദീപും ആതിരയും സച്ചിയും എല്ലാം തന്നെ വരികയാണ്. എന്താണെങ്കിലും അർച്ചന അവന്തികയെ കണ്ടത് ഭാഗ്യമെന്ന് സന്ധ്യ പറയുമ്പോൾ അതേന്ന് അർച്ചനയും പറയുന്നു. തുടർന്ന് അർച്ചന ആതിരയോട് പറയുകയാണ്, മോളെ, പുണ്യമായ ഒന്നാണ് ഈ താലി. മോള് ഈ പവിത്രമായ താലി ഊരി സൂക്ഷിച്ചു വെക്കണം. എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും സന്ദീപ് ഈ താലി തന്നെയാകും നിന്റെ കഴുത്തിൽ ഒന്നുകൂടി ചാർത്തുന്നത്. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ മാത്രമാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്നും അർച്ചന പറയുമ്പോൾ എല്ലാത്തിനെയും ശരിവെക്കുകയാണ് ആതിരയും സന്ദീപും. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയുടെ അടുത്തേക്ക് വന്ന് അവന്തിക പറയുകയാണ്, അതെ, നിന്നെ കാണിക്കാൻ വേണ്ടി ഞാനൊരു കൂട്ടം എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞിട്ട് ജോത്സ്യരുടെ കുറിപ്പ് കാണിച്ചു കൊടുക്കുകയാണ് അർച്ചനയ്ക്ക് അവന്തിക. 3 ദിവസം കഴിഞ്ഞാലേ സന്ദീപിൻ്റെയും അനഘയുടെയും വിവാഹമാണ്. അതിൻ്റെ മുഹൂർത്തം കുറിച്ച ചീട്ടാ ഇത്. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നിന്റെ പ്ലാനെല്ലാം ഫ്ലോപ്പായി. ഇനി ഈ അവന്തികയുടെ കാലം തന്നെയാ. പിന്നെ ഇനിയും നീ ഇത് മുടക്കാനായിട്ട് നോക്കിയാലേ ബാക്കി ഞാൻ അപ്പോൾ കാണിച്ചു തരാമെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നിങ്ങൾ വീണ്ടും ഇതിൻ്റെ പിന്നാലെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഒരടി കിട്ടിയപ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുമെന്നാ ഞാൻ കരുതിയത്. പിന്നെ കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഞാനും വിട്ടുതരാൻ ഒരുക്കമല്ലെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഡോക്ടർ സന്ധ്യയെ കൊല്ലാൻ നോക്കിയ കാര്യമൊക്കെ നിനക്കറിയാലോ. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാ അവള് രക്ഷപ്പെട്ടത്. അതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാകും ഈ അവന്തികയ്ക്ക് ആരെയും കൊല്ലാനൊന്നും ഒരു മടിയുമില്ലെന്ന്. അതുകൊണ്ട് സൂക്ഷിച്ചോളാൻ അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എനിക്ക് നിങ്ങളെയും പേടിയില്ല, നിങ്ങളുടെ വെല്ലുവിളികളെയും പേടിയില്ല. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതിന് നിന്നെ കൊല്ലുമെന്നല്ല ഞാൻ പറഞ്ഞത്, നിന്റെ വീട്ടിലുള്ളവരെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തുമെന്നാ പറഞ്ഞത്. അതിനുവേണ്ടി ഞാൻ കുറേ എണ്ണത്തിനെ തീറ്റിപ്പോരുന്നുണ്ട്. ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. അത്രയും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും ആതിരയുമാണ്. സന്ദീപിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഞാൻ കരുതി എനിക്ക് മാത്രമേ ഇതൊക്കെ ഉള്ളെന്ന്. അതെന്താ സന്ദീപ് അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ലടോ, ചുമ്മാ പറഞ്ഞതാ. പിന്നെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ, പക്ഷേ നമ്മൾ രണ്ടുപേരും 2 സ്ഥലത്തായി പോയെന്ന് സന്ദീപ് പറയുമ്പോൾ സന്ദീപ് എല്ലാവരെയും എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്ക്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാലോ എന്ന് ആതിര പറയുന്നു. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടാകുമിടോ. തൻ്റെ കാത്തിരിപ്പ് അധികമൊന്നും നീണ്ടുപോകില്ലെന്നും സന്ദീപ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയും അർച്ചനയുമാണ്. ടെൻഷനോടെ നിൽക്കുന്ന അർച്ചനയെ കണ്ടിട്ട് സച്ചി ചോദിക്കുകയാണ്, അല്ല, സമയം എത്രയായി? അത് പിന്നെ സച്ചിയേട്ടാ, 9:30. ഈ 9:10 തൻ്റെ ടെൻഷൻ അടിക്കുന്ന സമയം. 10 മണിക്കുള്ളിൽ തൻ്റെ ടെൻഷന് പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, താൻ കാര്യം പറ. തുടർന്ന് അവന്തിക മുഹൂർത്തം കുറിച്ച കാര്യമെല്ലാം സച്ചിയോട് പറയുകയാണ് അർച്ചന. എടോ, ഇനി നമ്മളിത് വെറുതെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. പണ്ടത്തെ പോലെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ സന്ദീപും ആതിരയും ഭാര്യ ഭർത്താക്കന്മാരാണ്. സച്ചിയേട്ടാ, അന്നും ഇന്നും ദൈവത്തെ മാത്രമാ ഞാൻ ആശ്രയിക്കുന്നത്. അത് പറ്റില്ലടോ, നമ്മളായിട്ട് മുൻകൈയെടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് സച്ചി പറയുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് സ്വാമിജി വന്നിരിക്കുന്നതാണ്. സ്വാമിജിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അതേസമയം സേതുമാധവൻ സ്നേഹയുടെ ഒപ്പം വീട്ടിലേക്ക് വരുന്നു. അല്ല, സേതു എവിടെ പോയിരിക്കുകയായിരുന്നു? അത് പിന്നെ ഞാൻ ലാബ് വരെ പോയിരിക്കുകയായിരുന്നെന്ന് സേതു പറയുന്നു. അല്ല, സ്വാമിജി എന്താ പെട്ടെന്ന് വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. പ്രശ്നങ്ങൾ ഇവിടെയല്ലേ സേതു, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് എനിക്ക് തോന്നി. ഈ വീട്ടിൽ കയറിയപ്പോൾ തൊട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, അത് പിന്നെ സ്വാമിജി ഇളയ മകൻ്റെ വിവാഹം മുഹൂർത്തം വരെ കുറിച്ചു. താലികെട്ട് വരെ എത്തിയതാ, പക്ഷേ താലികെട്ട് നടന്നില്ല. അല്ല, ജോത്സ്യൻ വാസ്തുദോഷത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നെന്നും താലികെട്ടെല്ലാം കഴിഞ്ഞ് അത് പതിയെ മാറ്റിയെടുക്കാമെന്നാ കരുതിയതെന്ന് സേതു പറയുമ്പോൾ സ്വാമിജി പറയുകയാണ്, അത് പാടില്ല. വാസ്തുദോഷം മാറ്റിയിട്ട് വേണം വിവാഹം നടത്താൻ. ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, ഒന്നിക്കാൻ പറ്റുന്നതേ ഒന്നിക്കൂ, അല്ലാത്തവ നമ്മൾ ബലം പിടിച്ച് ചേർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പൊട്ടിക്കൊണ്ടേയിരിക്കും.
ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ സ്വാമീജിയെ നോക്കുകയാണ്. അതേസമയം ഇത് കേൾക്കുന്ന അർച്ചന സന്തോഷത്തോടെ സ്വാമീജിയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.